ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നടത്തിയ ഏറ്റവും പുതിയ പ്രഖ്യാപനങ്ങൾ രാജ്യത്തിന്റെ പരമാധികാരവും ശാസ്ത്രീയ മുന്നേറ്റവും വിദേശ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ അടിയറവ് പറയില്ലെന്ന ശക്തമായ സന്ദേശമാണ് ലോകത്തിന് മുന്നിൽ നൽകുന്നത്. തങ്ങളുടെ സമാധാനപരമായ ആണവ പരിപാടിയെ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടുള്ള അമേരിക്കൻ ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങാൻ തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം ആക്രമിക്കപ്പെട്ട ആണവ കേന്ദ്രങ്ങളെല്ലാം കൂടുതൽ ശക്തിയോടെ പുനർനിർമ്മിക്കുമെന്ന് ഉറപ്പിച്ചു. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിക്കില്ലെന്ന നിലപാട് ആവർത്തിച്ച് പറയുമ്പോഴും തങ്ങളുടെ ശാസ്ത്രീയ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള നിശ്ചയദാർഢ്യം അദ്ദേഹം ഊന്നി പറയുന്നു. ഇറാന്റെ ആണവ പരിപാടിക്ക് ചുറ്റുമുള്ള നിലവിലെ പ്രതിസന്ധിക്ക് ആഴത്തിലുള്ള ചരിത്രമുണ്ട്. 2015 ഇറാനും ലോകശക്തികളും ചേർന്ന് ഒപ്പുവെച്ച JCPOA എന്ന ആണവ കരാർ ഇറാന്റെ സമ്പുഷ്ടീകരണം നിയന്ത്രിക്കുന്നതിന് പകരമായി ഉപരോധങ്ങളിൽ ഇളവ് നൽകാൻ ലക്ഷ്യമിടുന്നു. എന്നാൽ 2018 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കരാറിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറുകയും പരമാവധി സമ്മർദ്ദം എന്ന നയം ഇറാനുമേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഇറാൻ കരാർ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ അളവും നിലവാരവും ഉയർത്തി. US പിന്മാറ്റത്തെ തുടർന്ന് ഉപരോധങ്ങൾ മൂലം സാമ്പത്തികമായി കഷ്ടപ്പെട്ട ഇറാൻ തങ്ങളുടെ ആണവ പരിപാടി പൂർണ്ണമായും നിർത്തലാക്കാൻ തയ്യാറല്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. 2025 ജൂണിലാണ് പ്രതിസന്ധി പുതിയ തലത്തിലേക്ക് എത്തുന്നത്. അമേരിക്കയും ഇസ്രയേലും ഏകോപിപ്പിച്ച വ്യോമാക്രമണങ്ങൾ ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളായ ഫോർഡോ, നെതൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ നടന്നു. ഈ ആക്രമണങ്ങളെ പാശ്ചാത്യ ശക്തികൾ വിശേഷിപ്പിച്ചത് ആണവ ബോംബ് വികസിപ്പിക്കുന്നതിലേക്കുള്ള ഇറാന്റെ പുരോഗതി തടയുന്നതിനുള്ള മുൻകരുതൽ ആക്രമണങ്ങൾ എന്നാണ്. തകർന്ന സ്ഥലങ്ങൾ ഇറാൻ പുനർനിർമ്മിച്ചാൽ വീണ്ടും ആക്രമണങ്ങൾ നടത്തുമെന്ന് പ്രസിഡന്റ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് ഇറാനുമേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിച്ചു. എന്നാൽ ഇറാൻ ഈ ആക്രമണങ്ങളെ തങ്ങളുടെ പരമാധികാരത്തിന്റെ നഗ്നമായ ലംഘനമായി അപലപിച്ചു. ആക്രമണങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകിയതിലൂടെ ഭീഷണികൾക്ക് വഴങ്ങില്ലെന്ന ശക്തമായ രാഷ്ട്രീയ സന്ദേശമാണ് ഇറാൻ നൽകിയത്. ഇറാൻ ആണവോർജ്ജ സംഘടനാ സന്ദർശനത്തിനിടെ മാധ്യമങ്ങളോട് സംസാരിച്ച പ്രസിഡന്റ് പെസഷ്കിയാന്റെ വാക്കുകൾ സൈനികമായ പ്രതിരോധത്തിനപ്പുറം ഇറാൻ നടത്തുന്ന ശാസ്ത്രീയ യുദ്ധത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. നമ്മുടെ ശാസ്ത്രജ്ഞരുടെ മനസ്സിലാണ് ശാസ്ത്രീയ അറിവ്. കെട്ടിടങ്ങളും ഫാക്ടറികളും നശിപ്പിക്കുന്നത് ഞങ്ങൾക്കൊരു പ്രശ്നവും സൃഷ്ടിക്കില്ല. ഞങ്ങൾ കൂടുതൽ ശക്തിയോടെ പുനർനിർമ്മിക്കും. കെട്ടിടങ്ങളും ഉപകരണങ്ങളും നശിപ്പിച്ചാലും ആണവ സാങ്കേതിക വിദ്യയുടെ പിന്നിലുള്ള മനുഷ്യന്റെ വൈദഗ്ധ്യവും അറിവും നഷ്ടമാവില്ലെന്ന ശക്തമായ സന്ദേശമാണിത്. അതുകൊണ്ട് തന്നെ ആക്രമണങ്ങളിലൂടെ ഇറാന്റെ സാങ്കേതിക മുന്നേറ്റത്തെ തളർത്താൻ കഴിയില്ല. പാശ്ചാത്യ രാജ്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ആണവായുധം എന്ന വാദത്തെയും പ്രസിഡന്റ് പെസഷ്കിയാൻ തള്ളിക്കളഞ്ഞു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ പ്രചാരണം ലക്ഷ്യമിട്ടുള്ള നുണകളുടെ ഭാഗമാണ്. ആണവ സാങ്കേതിക വിദ്യയുടെ വിനാശകരമായ ശേഷി ചെറുതാണെന്നും അതിന്റെ പ്രയോഗങ്ങളിൽ ഭൂരിഭാഗവും വൈദ്യശാസ്ത്രം, കൃഷി, വ്യവസായം തുടങ്ങിയ മേഖലകളെ സേവിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിർഭാഗ്യവശാൽ ലക്ഷ്യമിട്ടുള്ള പ്രചാരണം ആണവായുധം എന്ന വാക്കിനെ ബോംബ് നിർമ്മാണത്തിന്റെ പര്യായമാക്കി മാറ്റി. ഞങ്ങളുടെ എല്ലാ ആണവ പ്രവർത്തനങ്ങളും പൗരന്മാരുടെ പ്രശ്നങ്ങളും സൈനികേതര പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. ആണവായുധം നിർമ്മിക്കുന്ന ഞങ്ങളുടെ അജണ്ടയിലില്ല. അവർക്കിതറിയാം, അദ്ദേഹം ഊന്നി പറഞ്ഞു. ആണവ ബോംബ് നിർമ്മാണത്തെക്കുറിച്ചുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ മാറ്റിവെച്ച് പൗരന്മാരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഇറാൻ തയ്യാറെടുക്കുന്നത്. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നുവെന്ന പാശ്ചാത്യ ആരോപണങ്ങൾക്കിടയിലും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ നിലപാടുകൾ ഇറാന്റെ വാദങ്ങൾക്ക് ശക്തി നൽകുന്നു. IAEA മേധാവി റാഫേൽ ഗ്രോസി മുൻപ് പറഞ്ഞിരുന്നു, ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നുണ്ടെന്നതിന് തെളിവില്ല. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് IAEAയുടെ നിരീക്ഷണത്തിലാണ് നടക്കുന്നത്. ഇറാൻ 60% വരെ യുറേനിയം സമ്പുഷ്ടീകരിച്ചിട്ടുണ്ടെങ്കിലും ഇത് ആയുധങ്ങൾക്ക് ആവശ്യമായ 90% കുറവാണ്. സമ്പുഷ്ടീകരിച്ച യുറേനിയം 60% വരെ സിവിലിയൻ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കണമെങ്കിൽ 90% സാധാരണയായി ആയുധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. സമ്പുഷ്ടീകരിച്ച യുറേനിയം മാത്രം ഒരു ആണവായുധമല്ലെന്നും ആണവായുധം നിർമ്മിക്കാൻ മറ്റ് സാങ്കേതിക വിദ്യകളും സംവിധാനങ്ങളും ആവശ്യമാണെന്നും ഗ്രോസി ചൂണ്ടിക്കാട്ടിയിരുന്നു. ജൂണിലെ ആക്രമണങ്ങൾക്ക് ശേഷം സുരക്ഷ ഉറപ്പുകൾ ആവശ്യപ്പെട്ട് ഇറാൻ ആണവ കേന്ദ്രങ്ങളിലെ പാശ്ചാത്യ നിരീക്ഷണം നിയന്ത്രിക്കുകയും ആണവ കരാർ പുനർജീവിപ്പിക്കാനുള്ള ചർച്ചകൾ സ്തംഭിപ്പിക്കുകയും ചെയ്തു. വിദേശ സമ്മർദ്ദങ്ങൾക്കിടയിലും സ്വന്തം ശാസ്ത്ര സാങ്കേതിക പുരോഗതിയിൽ മുന്നോട്ട് പോകാനുള്ള ഇറാന്റെ നിശ്ചയദാർഢ്യം വ്യക്തമാക്കുന്ന ഒരു തന്ത്രപരമായ നീക്കമാണ് റഷ്യയുമായുള്ള സഹകരണം. ഇറാൻ ആണവോർജ്ജ സംഘടനാ മേധാവി മുഹമ്മദ് എസ്ലാമി പ്രഖ്യാപിച്ചതുപോലെ റഷ്യയുമായി സഹകരിച്ച് 8 പുതിയ ആണവ നിലയങ്ങൾ നിർമ്മിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നു. 2041 20,000 മെഗാവാട്ട് ആണവോർജ്ജം ഉൽപ്പാദിപ്പിക്കാനാണ് ഈ സൗകര്യങ്ങൾ ലക്ഷ്യമിടുന്നത്. ഇത് ഇറാന്റെ വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ആവശ്യകതകൾ നിറവേറ്റാനും എണ്ണയും പ്രകൃതിവാതകത്തെയും ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സഹായിക്കും. ഈ റഷ്യൻ സഹകരണം ഇറാന്റെ ആണവ പരിപാടിക്ക് അന്താരാഷ്ട്ര പിന്തുണ നൽകുന്നതിലൂടെ പാശ്ചാത്യ ഉപരോധങ്ങൾക്കെതിരെയുള്ള ഒരു തന്ത്രപരമായ മറുപടിയാണ്. ഇറാന്റെ ആണവ പരിപാടി കേവലം ഒരു താൽക്കാലിക പ്രതികരണമല്ലെന്നും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ദേശീയ ഊർജ്ജ സുരക്ഷാ ലക്ഷ്യങ്ങളോടെയുള്ള ഒരു പരമാധികാര പരിപാടിയാണെന്നും ഈ നീക്കം ലോകത്തോട് വിളിച്ചു പറയുന്നു. ഇറാൻ ഒരു ആണവായുധ ശക്തിയാകാൻ ശ്രമിക്കുന്നു എന്ന പാശ്ചാത്യ പ്രചാരണങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് തങ്ങളുടെ പൗരന്മാരുടെ ആവശ്യങ്ങൾക്കായി ആണവ
ആണവോർജ്ജ സാങ്കേതികവിദ്യ വികസിപ്പിക്കാനുള്ള പരമാധികാര അവകാശം ഇറാൻ ഉറപ്പിക്കുകയാണ്. ആക്രമണങ്ങളെ ഭയന്ന് പിന്മാറാൻ തയ്യാറല്ലെന്ന പ്രസിഡന്റ് പെസഷ്ക്യാന്റെ പ്രഖ്യാപനം വിദേശ സമ്മർദ്ദങ്ങൾക്കിടയിലും സ്വന്തം ശാസ്ത്ര സാങ്കേതിക പുരോഗതിയിൽ മുന്നോട്ടു പോകാനുള്ള ഇറാന്റെ നിശ്ചയദാർഢ്യത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഈ പുനർനിർമ്മാണ പ്രതിജ്ഞ അന്താരാഷ്ട്ര തലത്തിൽ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഫലമില്ലായ്മയാണ് സൂചിപ്പിക്കുന്നത്. നിലവിൽ ഇറാൻ ആണവ കരാർ പുനർജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തികഞ്ഞ സ്തംഭന അവസ്ഥയിലാണ്. ജൂണിൽ നടന്ന US-ഇസ്രായേൽ ആക്രമണങ്ങളും തുടർന്ന് UN സുരക്ഷാ കൗൺസിൽ ഉപരോധങ്ങൾ പുനഃസ്ഥാപിച്ചതും ചർച്ചകളെ പിന്നോട്ടടിച്ചു. 2025 ഒക്ടോബറിൽ UN സുരക്ഷാ കൗൺസിൽ പ്രമേയം 2231 കീഴിലുള്ള ഉപരോധങ്ങളിൽ ഇളവ് നൽകുന്നത് തുടരാനുള്ള പ്രമേയം അംഗീകരിക്കാൻ പരാജയപ്പെട്ടതിനെ തുടർന്ന് യൂറോപ്യൻ രാജ്യങ്ങളായ UK, ഫ്രാൻസ്, ജർമ്മനി എന്നിവയുടെ നീക്കത്തിലൂടെ സ്നാപ്ബാക്ക് സംവിധാനം സജീവമാക്കുകയും UN സുരക്ഷാ കൗൺസിൽ ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ഇതിനോട് പ്രതികരിച്ച് ഇറാൻ 2015 ആണവ കരാർ ഔദ്യോഗികമായി അവസാനിപ്പിച്ചതായി ഒക്ടോബർ 18 പ്രഖ്യാപിച്ചു. അതോടെ കരാറിലെ നിയന്ത്രണങ്ങൾ അവസാനിച്ചുവെന്നും എന്നാൽ തങ്ങൾ നയതന്ത്രത്തിന് പ്രതിജ്ഞാബദ്ധരാണെന്നും ഇറാൻ വ്യക്തമാക്കി. ജൂണിൽ ഇസ്രയേലും US നടത്തിയ വ്യോമാക്രമണങ്ങൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ വ്യാപകമായ നാശനഷ്ടങ്ങളും ഉണ്ടാക്കി. ആക്രമണത്തിന് ശേഷം ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് മുമ്പ് സുരക്ഷാ ഉറപ്പുകൾ ആവശ്യപ്പെട്ട് ഇറാൻ പാശ്ചാത്യ നിരീക്ഷണ ഏജൻസികളുമായി സഹകരണം നിയന്ത്രിച്ചു. അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് താൽപ്പര്യമില്ലെന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒമാൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ഈ വർഷം ഏപ്രിലും മെയിലും നടന്ന പരോക്ഷ ചർച്ചകൾ ഉടമ്പടിയില്ലാതെ അവസാനിച്ചിരുന്നു. ഇറാനുമായി സഹകരിക്കുന്നത് അമേരിക്ക ഇസ്രയേലിനുള്ള പിന്തുണ നിർത്തലാക്കാത്ത കാലത്തോളം അസാധ്യമാണെന്ന് സുപ്രീം ലീഡർ അയത്തുള്ള അലി ഖമേനിയും വ്യക്തമാക്കി. യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തലാക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിഷ്കരണവാദിയായ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാന്റെ തിരഞ്ഞെടുപ്പ് ഭാവിയിൽ ചർച്ചകൾക്ക് സാധ്യത തുറന്നിടുന്നുണ്ട്. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ചകൾക്ക് അനുകൂലമല്ല. ചുരുക്കത്തിൽ ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെട്ടതും സൈനിക ആക്രമണങ്ങൾ ഉണ്ടായതും കരാർ തന്നെ അവസാനിച്ചതുമായ സാഹചര്യത്തിൽ ആണവ ചർച്ചകൾ നിലവിൽ ശക്തമായ പ്രതിസന്ധിയിലാണ്. എങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും നയതന്ത്രത്തിനുള്ള സാധ്യതകൾ പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല.